என்னது? ஊரே அவ வீட்டை சுத்தி காவலுக்கு நிக்குதா? அவ என்ன அவ்வளவு பெரிய ஆளா? ஏதோ அந்த பொண்ணு மேல ஒரு சின்ன ஆசை, அதை வச்சு 2 பேருமா என்ன ஏமாத்த பாக்குறீங்களா? பிச்சிரும் பிச்சு, ஜாக்கிரதை. മുതലാളി സത്യം മരിച്ചുപോയ എന്റെ അപ്പനാണ് സത്യം. അപ്പൻ മരിച്ചു പോയല്ലോ, പിന്നെ എന്താടാ സത്യം? മുതലാളി ഞാൻ പറയുന്നു കേൾക്ക്. നമുക്ക് ആ പെണ്ണിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. അത്രയ്ക്ക് മോശമാണ് അവിടുത്തെ സ്ഥിതി. അഥവാ ഇനി പറ്റിയെന്ന് വെച്ചാൽ തന്നെ വെട്ടും കുത്തും കൊലപാതകവും ഉണ്ടാവും. ഞങ്ങൾക്ക് പിന്നെ ഈ നാട്ടിൽ നിൽക്കാൻ ഒക്കില്ല. இந்த பொய் சொல்றவெல்லாம் என்கிட்ட வச்சுக்காத, அப்புறம் நடக்கிறதே வேற. സത്യമാണ് മുതലാളി. ഞങ്ങൾ നുണ പറഞ്ഞ ആ പിള്ളേരെ ഇളക്കി വിട്ടിട്ടുണ്ട്. അവരെന്തും ചെയ്ത് ആ പെണ്ണിനെ കൊണ്ടുവരും. ആ പെണ്ണിനെയും കൊണ്ട് മുതലാളി രാത്രി തന്നെ സ്ഥലം വിട്ടോണം. എന്റെ ലോഡ്ജി വന്ന് ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് ഇനിയിപ്പോ കേസ് വന്നാലും അത് അവന്മാരുടെ തലയിലിരിക്കും. டேய், நீங்க 2 பேரும் ஒண்ணா நம்பர் ஃப்ராடுன்னு எனக்கு தெரியும். இருந்தாலும் ஒரு தடவை நம்புறேன். விடியறதுக்குள்ள அந்த பொண்ணு என் இடத்துக்கு வந்தாகணும். இல்ல 2 பேரையும் வெட்டிடுவேன். தேவரை பத்தி தெரியல, ஜாக்கிரதை. டேய், உனக்கு சேர்த்து தான்டா சொல்றேன். பனைமரம் மாதிரி நிக்கிறான் பார். നീ പോയി കാറിനകത്തിരിക്കുന്ന പെട്രോൾ എടുത്തോ. വെളിയിൽ എന്തോ ശബ്ദം കേൾക്കുന്നു. അവന്മാരെ കാണുന്നില്ലല്ലോ മത്തായി. அந்த பொண்ணு இழுத்துட்டு வரனே நம்ம பசங்க வீராப்பா போனானுங்களே, எங்கடா அவனுங்களை இன்னும் காணோம்? மறுபடியும் என்ன ஏமாத்தலான்னு பாக்குறீங்களா? ആ പിള്ളേർ അവളെ കൊണ്ടുവരാതിരിക്കില്ല മുതലാളി. അത് അവന്മാരാണ് തോന്നുന്നു. ஆஹா, வந்தாச்சா? வேலை கூட்டு போங்கடா. അയ്യോ അച്ഛാ, ഇവിടെ നിർത്തിയാൽ അവിടെ ആ കൂടെ പ്രശ്നമായിരിക്കുക മുതലാളി. நிறுத்துறா, ரொம்ப நாள் ஆசை. வேலை கூட்டு போங்கடா. ഇവിടെ പുറത്തു നിർത്തണ്ട, മുകളിലോട്ട് കൊണ്ടുപോ. ആരാ? രാജു, അനിലേ, ആരാ നോക്കേ? ആ വരുന്നു. ആരാ? ആരാ? ആ ചോദിച്ചത് കേട്ടില്ലേ? അതെ, അമ്മിണി. അമ്മിണി, നീ ഇവിടെ
ഇതെങ്ങനെ വന്നു? ഈ കാലം അത്രയും ഞാൻ നിങ്ങളെ വെറുത്തില്ല. പക്ഷേ ഇന്ന് 17 വർഷങ്ങൾക്ക് ശേഷം എന്നെ ഓർത്ത് തേടി വന്നത് ഇതിനായിരുന്നല്ലേ? മത്തായിയുടെ അവിടെ ഞാൻ അന്വേഷിച്ചു വന്നത് നിന്നെയായിരുന്നു. നീയായിരുന്നു അത്. അതെ. ശരീരം വിലയ്ക്ക് വാങ്ങാൻ വരുന്നവരെ 17 വർഷമായി ഞാൻ കണ്ടിട്ടുള്ളൂ. പറഞ്ഞ വില ഒക്കുമെങ്കിൽ ഏത് ശരീരം അവർ വാങ്ങും. സ്വന്തം മകൾക്ക് വില പറയാൻ വന്ന ഒരച്ഛനെ ഞാനിന്ന് കണ്ടു. അമ്മണി, നീ എന്തോ പറയുന്നേ? നമ്മുടെ മോളെ വിൽക്കാതിരിക്കാൻ ഞാൻ എന്നെ വിൽക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നോട് പിണങ്ങുമ്പോ അശ്വതി എപ്പോഴും പറയും, ഞാൻ പോകും, അച്ഛൻ വരും, എന്നെ കൊണ്ടുപോകും എന്നൊക്കെ. ഞാനും അത് വിശ്വസിച്ചു. വെറുതെ ദേശീയായി പോയെങ്കിലും ഞാനും ഒരു പെണ്ണല്ലേ, വെറുതെ ആശിച്ചു. എനിക്ക് നീ അവളെ കാണണ്ട, എനിക്ക് നീ അവളെ കാണണ്ട. അവൾ എന്നെ പോലെ ആകുന്നത് എനിക്ക് സഹിക്കില്ല. എല്ലാവരുടെ കടങ്ങളും അവളൊന്ന് വീട്ടു. ആ ജന്മം കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല. ഒരു ഉപകാരം ചെയ്യാമോ? എനിക്കതിന് കഴിയില്ല. പോകുന്നതിന് മുൻപ് അവളെ കൊന്നുകളയൂ. ഞാൻ ഇന്ന് വരെ ഒന്നും ചോദിച്ചിട്ടില്ല. എന്റെ മകളെ രക്ഷിക്കൂ. ഏതായാലും ഇത്രയൊക്കെ ഇവന്മാര് കാലുവാരിയ നമ്മളകത്താ. ശരിയാ. പക്ഷെ നമ്മൾ അങ്ങനെ കയ്യും വീശി അകത്തേക്ക് പോകാൻ പോകുന്നില്ല. പോകുന്നെങ്കിൽ യവന്മാരെ കൂടെ കുത്തി മലത്തേച്ചേ പോവും. അല്ല, ഡോർ ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു. മക്കളെ, നല്ലപോലെ വിശ്രമിക്ക്. നാളെ രാവിലെ പോലീസ് വരും. സുഖമായി നാട്ടിലെത്താം. ചതിയായി പോയല്ലോടാ. മുതലാളി, ആരും കാറിൽ വരുന്നു. ഒട്ടപ്പായി ഈ വീട്ടിലെ മെയിൻ ഓഫീസ്. മുതലാളി, ഒട്ടപ്പായി ഇപ്പൊ വിളി കൊണ്ട് രക്ഷപ്പെടണം. അശ്വതി, എവിടാ എന്റെ മോള്? അതാണ്, അവൻ എന്റെ മോളാണ്. പറയണോ പട്ടികളെ? പറയുന്നത് കേക്ക്. എന്തിനാണോ നീയൊക്കെ എന്നോട് ചെയ്തത്? പറയണോ? അച്ചായ ഞങ്ങളെ ചതിച്ചു എന്ന് അവര് പറഞ്ഞപ്പോ കൊലക്കുറ്റത്തിന് ഞങ്ങൾ മാത്രം. അപ്പ മരിച്ചു. ഇവിടെ ആരും മരിച്ചിട്ടില്ല. ഇത് ചതിയാണ്. എന്റെ മോളെവിടെ? കൊടൈക്കനാൽ വന്ന് ഒളിച്ചിരുന്നാൽ ആരും അറിയില്ലെന്ന് വിചാരിച്ചല്ലടാ. പണിക്കരെ, കണക്ക് പറഞ്ഞു തീർക്കാനുള്ള സമയമല്ലേ ഇത്? എനിക്ക് എന്റെ മോളെ രക്ഷിക്കണം. എവിടുന്ന് കിട്ടിയടാ പുതിയൊരു മോള്? പണിക്കരെ, ഞാൻ ഒറ്റ എണ്ണത്തിന് ഞാൻ ഇന്ന് ജീവനോടെ വിടില്ല. അച്ചായൻ പൊയ്ക്കോ. എവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അടിച്ച് നിരത്തടാ എല്ലാത്തിനെയും.
போய் பிடிக்கியா. മോളെ